രാവിലെ ലല്ലു ഉണരുമ്പോൾ കല്ല് അടുത്തില്ലായിരുന്നു. അവൻ ചാടി എണീറ്റു. തന്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണാതെ അവന്റെ ഉള്ളൊന്ന് കിടുങ്ങിപ്പോയി. അവൻ ബെഡിൽ നിന്ന് താഴെ ഇറങ്ങി. അപ്പോഴാണ് കോട്ടേജിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന തന്റെ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടത്. ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചുകൊണ്ട് പുറത്തെ പ്രഭാത കാഴ്ചകൾ കണ്ടു നിൽപ്പാണ് കല്ലു. ലല്ലു അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. എന്താണ് എന്റെ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ ഒരു നിൽപ്പ്? അവളെ നോക്കി ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിൽ ചാഞ്ഞു. എന്താ പെണ്ണെ, എന്തെങ്കിലും വയ്യായിക തോന്നുന്നോ? ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നോട് ചേർന്ന് നിൽക്കുന്നത് കണ്ട് അവൻ സംശയത്തിൽ ചോദിച്ചു. എനിക്കൊരു പ്രശ്നവുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടൂ? അവൾ അവനെ നോക്കി ചോദിച്ചു. ഇല്ല, പറഞ്ഞോ. ഇപ്പൊ ഈ നിമിഷം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്നെ ഓർത്ത് വേദനിക്കോ ഈ മനസ്സ്? അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ വേദനിക്കാൻ ഈ മനസ്സുണ്ടാകില്ല. ജീവനില്ലാത്ത ശരീരത്തിൽ എവിടുന്ന് മനസ്സ്? ലല്ലുവിന്റെ മറുപടി കല്ലുവിന്റെ കണ്ണ് നിറച്ചു. ഇനി മേലാൽ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് എന്റെ അടുത്തേക്ക് വരരുത്. നീ എന്റെ ജീവനാ പെണ്ണെ. അതെങ്ങനെ നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയില്ലടാ. അവന്റെ സ്വരമിടറി. കല്ലു അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ലല്ലുവും അവളെ കാറ്റിനു പോലും കടന്നു ചെല്ലാൻ ഇടമില്ലാതെ അവനോട് ചേർത്ത് പിടിച്ചു. കുറച്ചു സമയം കൂടെ രണ്ടുപേരും കിടന്നുറങ്ങി. പിന്നെ എണീറ്റ് ഫ്രഷായി ലല്ലു നേരത്തെ വാങ്ങി വെച്ചിരുന്ന ഒരു ജോഡി ഡ്രസ്സ് അണിഞ്ഞു. അവിടുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ച് രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു. കാറിലേക്ക് കയറുമ്പോഴാണ് തലേ ദിവസം ഫോൺ ഓഫാക്കി വെച്ചിട്ട് പോയ കാര്യം ഓർത്തത്. ലല്ലു വേഗം ഫോൺ ഓണാക്കി. അപ്പോഴേക്കും ഒരുപാട് മെസ്സേജ് വരാൻ തുടങ്ങി. ലല്ലു സംശയത്തിൽ ഫോണിലേക്ക് നോക്കി. അപ്പോൾ തന്നെ അവന്റെ ഫോണിലേക്ക് ദേവയുടെ കോളെത്തി. അളിയാ? ലല്ലു കോൾ എടുത്തപാടെ വിളിച്ചു. നിങ്ങൾ എവിടെയാ? ദേവയുടെ ശബ്ദത്തിൽ എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ ലല്ലുവിന് തോന്നി. അവൻ ഫോൺ എടുത്ത് പുറത്തേക്കിറങ്ങി. ഞങ്ങൾ ദാ വീട്ടിലേക്ക് തിരിക്കുക. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ ശബ്ദം വല്ലാതെ. ലല്ലു ചോദിച്ചു. ഏട്ടാ. ഏട്ടൻ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വാ. ബാക്കി വന്നിട്ട് പറയാം. എൻ്റെ ഫോൺ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ കോൾ കട്ടായി. ലല്ലു പിന്നെയും പിന്നെയും ഒരുപാട് തവണ തിരിച്ചു വിളിച്ചുവെങ്കിലും അവന് കോൾ കണക്റ്റ് ആയില്ല. എന്താ കണ്ണേട്ടാ? കാറിലേക്ക് കയറിയവന്റെ മുഖത്തെ ടെൻഷൻ കണ്ട് കല്ല് ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ നിന്നോട് ഇപ്പോൾ സീരിയസ് ആയി ഒരു കാര്യം പറയാം. അത് നിന്റെ നല്ലതിന് വേണ്ടിയാണ്. ലല്ലു ഒന്ന് നിർത്തി. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ എങ്ങനെയായിരുന്നോ അതുപോലെ ആകണം ഇനിയും. ശത്രുക്കളെ പോലെ, പിണക്കത്തിലെന്ന പോലെ. നിന്റെ ചുറ്റുമുള്ള ആരെയും കൂടുതൽ നീ വിശ്വസിക്കാൻ നിൽക്കരുത്. എനിക്കും നിനക്കും പിന്നാലെ ഒരു ശത്രുവുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെ. ഞാൻ സ്നേഹിക്കുന്ന ഓരോരുത്തരെയായി എൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറക്കി എന്നോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ഒരാൾ. അവന്റെ സംസാരം കേട്ട് അവൾക്ക് വല്ലാത്ത പേടി തോന്നി. കണ്ണേട്ടാ. അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ആരാണെന്ന് ചോദിക്കരുത്. നമുക്ക് പ്രിയപ്പെട്ട ഒരാളാണ്, അത്രയും മാത്രം പറയാം. അവൻ കൂടുതലൊന്നും മിണ്ടാതെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കല്ലുവിന്റെ മനസ്സ് ഇളകി മറിഞ്ഞുകൊണ്ടേയിരുന്നു. എന്തോ ഒരു അപകടം ഇനിയും ബാക്കിയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഏതാണ്ട് അരമണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ രണ്ടുപേരും ഹോസ്പിറ്റലിലെത്തി. ഇതെന്താ ഇവിടെ? നമുക്ക് വീട്ടിലേക്കല്ലേ പോകേണ്ടത്? കല്ലു സംശയത്തോടെ ചോദിച്ചു. ഞാൻ ഇവിടെ വരാനാണ് ദേവ പറഞ്ഞത്. നീ വാ, മുത്തശ്ശിക്കോ മറ്റോ എന്തെങ്കിലും പറ്റി കാണും. ലല്ലു അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. കല്ലുവും ടെൻഷനോടെ അവനോടൊപ്പം പുറത്തേക്കിറങ്ങി. രണ്ടുപേരും ഹോസ്പിറ്റലിനുള്ളിലേക്ക് വേഗത്തിൽ നടന്നു. അവർ ലിഫ്റ്റിൽ കയറാൻ തുടങ്ങിയതും ദേവ വന്നു വിളിച്ചു. അളിയ. ലല്ലുവും കല്ലുവും അവനെ കണ്ടു വേഗം അവന്റെ അടുത്തേക്ക് പോയി. എന്താടാ പ്രശ്നം? ആരാ ഇവിടെ? ലല്ലു ചോദിച്ചു. പീറ്റർ. പീറ്ററേട്ടൻ ഇവിടെ അഡ്മിറ്റാണ്, ദേവ ടെൻഷനോടെ പറഞ്ഞു. ലല്ലു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്താടാ, എന്താ അവന് പറ്റിയേ? ദേവയെ നോക്കി വല്ലാത്ത വെപ്രാളത്തിൽ ചോദിച്ചു. നിങ്ങൾ വാ, എല്ലാവരും അവിടെയുണ്ട്. കാശിയേട്ടനും ഭദ്രയും ഒക്കെ വന്നിട്ടുണ്ട്. ദേവ അതും പറഞ്ഞ് അവരെ കൂട്ടിപ്പോയി. അവിടെ മഹിയും കാശിയും ഭദ്രയും ഒക്കെ ഉണ്ട്. ഭദ്ര കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കല്ലുവിനെ നോക്കി. എന്താടാ പറ്റി അവന്? ലല്ലുവിന് നല്ല ദേഷ്യം വരാൻ തുടങ്ങി. വെളുപ്പിന് എല്ലാവരും ഗുരുവായൂർ പോകാൻ റെഡിയായി വന്നതാണ്. പീറ്ററേട്ടനും വരുന്നുണ്ടെന്ന് ഇന്നലെ പറഞ്ഞു. അങ്ങനെ ആളെ റൂമിന് പുറത്ത് കാണാത്തതുകൊണ്ട് ഞാൻ ഡോറിൽ തട്ടിയും ഫോണിലും ഒക്കെ വിളിച്ചു. അനക്കമില്ലായിരുന്നു. പിന്നെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോൾ ബോധമില്ലാതെ താഴെ കിടക്കുമായിരുന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സമയം കുറച്ചായി. ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞില്ല, ദേവ പറഞ്ഞു. ലല്ലു കാശിയെ ചേർത്ത് പിടിച്ചിരുന്നു. കല്ലു ഭദ്രയുടെ അടുത്ത് പോയിരുന്നു. അവളുടെ സങ്കടം കണ്ടപ്പോൾ കല്ലുവിന്റെ കണ്ണും നിറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തു വന്നു. ഡോക്ടർ, പീറ്ററിനിപ്പോ? കാശി വേഗം ചോദിച്ചു. സോറി, ഇവിടെ എത്തുമ്പോൾ ചെറിയൊരു ഹാർട്ട് ബീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മാക്സിമം നോക്കി, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. മെഡിസിൻ ഒന്നും കറക്റ്റായിട്ട് കഴിച്ചില്ലെന്ന് തോന്നുന്നു, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ, അതിന് പീറ്ററിന് എന്തായിരുന്നു അസുഖം? ലല്ലു ചോദിച്ചു.
അപ്പോൾ നിങ്ങൾക്കറിയില്ലേ, ആളുടെ ഹാർട്ടിന് പ്രശ്നമുണ്ടായിരുന്നു. ഇവിടെ കാർഡിയോ ഡോക്ടർ സാമിൻ്റെ പേഷ്യൻ്റായിരുന്നു പീറ്റർ. ആളുടെ ഹാർട്ടിൽ 4 ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ സൈലന്റ് അറ്റാക്ക് കൂടെ ആയതുകൊണ്ട് ആളെ രക്ഷിക്കാനാകാത്തത്. അതും പറഞ്ഞ് ഡോക്ടർ പോയി. ഭദ്ര കല്ലുവിനെ ചുറ്റിപ്പിടിച്ച് അലറിക്കരയാൻ തുടങ്ങി. കാശിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അവൻ ലല്ലുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. പിന്നെ അധികം വൈകാതെ തന്നെ പീറ്ററിൻ്റെ ശരീരം മാന്തോപ്പിലേക്ക് കൊണ്ടുപോയി. പിന്നെയുള്ള ചടങ്ങുകളും മറ്റും വളരെ ലളിതമായ രീതിയിൽ തന്നെ കാശിയും ലല്ലുവും ചേർന്ന് നടത്തി. ഗായത്രിക്ക് അവൻ തലേ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓരോന്നോരോന്നായി തെളിഞ്ഞു വന്നു. അവൻ്റെ പ്രണയമെന്ന് അവൻ പറഞ്ഞത് അവൻ്റെ കാർന്നു നിന്ന അസുഖത്തെക്കുറിച്ചായിരുന്നു. ആരെക്കാളും സങ്കടവും കരച്ചിലും ബഹളവും ഒക്കെ ഭദ്രയ്ക്കായിരുന്നു. അവളുടെ സ്വന്തം ഏട്ടനായി അവൾ മനസ്സിൽ കൊണ്ടു നടന്നതായിരുന്നു പീറ്ററിനെ. അവൻ്റെ മോളെ എന്നുള്ള വിളി അവളുടെ കാതിൽ പലയാവർത്തി മുഴങ്ങിക്കേട്ടു. രാത്രിയാണ് പിന്നെ എല്ലാവരും തിരിച്ചു പോയത്. കല്ലുവിനെ മാന്തോപ്പിൽ നിർത്താമെന്ന് ലല്ലു പറഞ്ഞുവെങ്കിലും കാശി സമ്മതിച്ചില്ല. ഭദ്രയുടെ സങ്കടം അങ്ങനെ പെട്ടെന്ന് ഒന്നും തീരില്ല. അവളെ ആരെങ്കിലും ആശ്വസിപ്പിച്ചാൽ അവൾ കൂടുതൽ കൂടുതൽ പീറ്ററിനെ ഓർത്ത് വേദനിക്കും. അതുകൊണ്ട് അവൾ സ്വയം ഓക്കെ ആകട്ടെ എന്ന് പറഞ്ഞു കല്ലുവിനെ ലല്ലുവിൻ്റെ ഒപ്പം വീട്ടിലേക്ക് അയച്ചു. അപ്പോൾ ഭദ്രേച്ചയാണ് ചേട്ടൻ്റെ മരണം കൂടുതൽ ബാധിച്ചത് അല്ലേ? ആദി ദേവയോട് രാത്രി ഫോൺ സംഭാഷണത്തിനിടയിൽ ചോദിച്ചു. ഭദ്രേച്ചയെ മാത്രമല്ല, പീറ്ററേട്ടനെ അറിയാവുന്ന എല്ലാവർക്കും വേദനയും നഷ്ടവുമാണ് ആദി ഈ വേർപാട്, ദേവ പറഞ്ഞു. എന്നാലും എല്ലാവരോടും പറയാമായിരുന്നു അസുഖത്തിൻ്റെ കാര്യം. എങ്കിൽ പെട്ടെന്നുള്ള ഈ മരണം ഒഴിവാക്കാമായിരുന്നു, ആദി പറഞ്ഞു. ആരെയും ഒന്നും അറിയിക്കാതെ സ്വയം എല്ലാം ഉള്ളിലൊതുക്കി ഒരു യാത്ര പോലും പറയാതെ പോയി കഴിഞ്ഞു. ഏട്ടനെ പോലെ എന്നോട് ഓരോന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഇന്നലെ, ദേവ പറഞ്ഞു. ഇപ്പോൾ ഗായത്രി ചേച്ചി ഓക്കെ ആയോ? ആദി സംശയത്തോടെ ചോദിച്ചു. പീറ്ററിനെ ഗായത്രിക്ക് ഇഷ്ടമാണെന്ന് ദേവയ്ക്ക് അറിയാം. അത് ആദിയോട് എപ്പോഴൊക്കെയോ പറഞ്ഞു. അതിൻ്റെ അറിവിലാണ് ആദി ചോദിച്ചത്. ചേച്ചി ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആദി. അവളോട് ഇന്നലെ രാത്രി എന്തൊക്കെയോ സംസാരിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാണ്. അതിനർത്ഥം ഇന്നലെ എന്തോ കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാകും അവൾ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത്, ദേവ പറഞ്ഞു. പിന്നെ ശരി ദേവേട്ടാ, ചേച്ചിയെ ശ്രദ്ധിക്ക്, ആദി പറഞ്ഞു. നീ സൂക്ഷിക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ, ദേവ അതും പറഞ്ഞ് കോൾ കട്ടാക്കി. രുക്കുവിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. അവൻ വീണ്ടും വീണ്ടും അവളെ വേദനിപ്പിച്ചുകൊണ്ട് ആഴ്ന്നിറങ്ങി. അവളുടെ നിലവിളി അവിടെ വീണ്ടും വീണ്ടും മുഴങ്ങി. അവൻ അവൻ്റെ ദാഹമടക്കി അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ അവളുടെ ശ്വാസം നിലച്ചിരുന്നു. അവനൊരു പുച്ഛച്ചിരിയോടെ അവൻ്റെ ഫോണെടുത്ത് അവളുടെ ആ രൂപം പകർത്തി. സൂര്യദേവ്, നീ അറിയുന്നില്ലല്ലോ നിന്നെ ഇവൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. നിനക്ക് വേണ്ടി എൻ്റെ വയലിൽ വന്ന് വീണ പേടമാനായിരുന്നു തരുണി. സ്വന്തം പെങ്ങളുടെ ഈ രൂപം നിന്നെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് എനിക്ക് അറിയാമല്ലോ. നിന്റെ കണ്ണിലെ വേദന പെങ്ങളെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു ഏട്ടൻ്റെ അവസ്ഥ നീ അറിയണം. നിനക്ക് പ്രിയപ്പെട്ട പലതും ഇതിലും ക്രൂരമായി ഞാൻ സ്വന്തമാക്കും. രാവിലെ ലല്ലു കണ്ണു തുറക്കുന്നത് നിർത്താതെയുള്ള ഫോൺ റിംഗ് കേട്ടിട്ടായിരുന്നു. ലല്ലു കൈയെത്തി ഫോൺ എടുത്തപ്പോഴേക്കും കോൾ കട്ടായിരുന്നു. ലല്ലു തൻ്റെ നെഞ്ചിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ ചെറുപുഞ്ചിരിയോടെ നെഞ്ചിൽ നിന്ന് മാറ്റി കിടത്തി എണീറ്റ് ഫോൺ എടുത്ത് നോക്കി. ഓഫീസിൽ നിന്ന് വന്ന കോളാണ്. പിന്നെ ദേവൻ്റെ കാളുമുണ്ട്. ലല്ലു ആദ്യം ദേവനെ വിളിച്ചു. 2 റിങ്ങിൽ തന്നെ കോൾ കണക്റ്റായി. എന്താ ദേവ, രാവിലെ തന്നെ? കേട്ടാ, ഒരു പ്രശ്നമുണ്ട്, ദേവ പറഞ്ഞു. എന്താ ദേവ? ലല്ലുവിൻ്റെ ശബ്ദം ഒന്ന് കടുത്തു. ഏട്ടൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ വന്നിട്ടുണ്ടോന്ന് ഒന്ന് നോക്ക്. എനിക്ക് ഒരെണ്ണം വന്നു, ഒരു അടിക്കുറിപ്പും, ദേവ പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ, നീ കോൾ കട്ടാക്കണ്ട, ലല്ലു അതും പറഞ്ഞ് വാട്സപ്പ് ഓപ്പണാക്കി നോക്കിയതും ആദ്യം കിടക്കുന്നത് പ്രൈവറ്റ് നമ്പർ എന്ന കോണ്ടാക്റ്റിൽ നിന്നുള്ള മെസ്സേജാണ്. അതൊരു ഫോട്ടോ ആണെന്ന് മനസ്സിലായി. ലല്ലു ഓപ്പണാക്കി. ഒറ്റ പ്രാവശ്യമേ അവനത് നോക്കിയുള്ളൂ. അവൻ്റെ തലയ്ക്ക് അടിയേറ്റതുപോലെ തോന്നിപ്പോയി. ഏട്ടാ, ദേവ ലല്ലുവിൻ്റെ അവസ്ഥ മനസ്സിലായതുപോലെ വിളിച്ചു. ലല്ലു ഒന്ന് മൂളി. നമുക്കവളെ, ദേവ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അവൻ തടഞ്ഞു. വേണ്ട, അവൻ ഇന്നോ നാളെയോ അവളുടെ ശരീരം നമുക്ക് മുന്നിൽ എത്തിക്കും, എനിക്കുറപ്പാ. ഇത്രയ്ക്ക് എന്നോടും നിന്നോടും പക തോന്നാനുള്ള കാരണം? ലല്ലു അവൻ്റെ ഉള്ളിലെ ദേഷ്യവും സങ്കടവും അടക്കി പിടിച്ചു. അറിയില്ല ഏട്ടാ, ദേവ പറഞ്ഞു. തൽക്കാലം നീ ഇക്കാര്യം ഇപ്പോൾ ആരും അറിയണ്ട. അവൻ്റെ അടുത്ത ഇര ആദിയോ കല്ലുവോ ആകാമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു, ലല്ലു പറഞ്ഞു. എനിക്കും അങ്ങനെ ഒരു പേടിയുണ്ട്. 2 പേർക്കും എന്തെങ്കിലും ഒരു സുരക്ഷ ഒരുക്കിയേ പറ്റൂ. തൽക്കാലം അവർക്ക് 2 ദിവസം ഇനി ക്ലാസ്സോ മറ്റോ പരിപാടിയോ ഇല്ല. അത് കഴിഞ്ഞ എക്സാമാണ്, ദേവ പറഞ്ഞു. 2 ദിവസം മുന്നിലുണ്ട്. അതിനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അവന് പകയുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കാം, അല്ലാതെ എൻ്റെ നെഞ്ചിൽ കിടന്ന് വളർന്ന എൻ്റെ പെങ്ങളെയല്ല ഇങ്ങനെ.
അവൻ ആരായാലും അവന്റെ അവസാനം എന്റെ കൈകൊണ്ടാവും, ലല്ലു വല്ലാത്ത ദേഷ്യത്തിൽ പറഞ്ഞു. ശരി ഏട്ടാ, ഞാൻ ആദ്യം വിളിച്ച് ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം, ദേവ അതും പറഞ്ഞ് കോൾ കട്ടാക്കി. ലല്ലു തളർച്ചയോടെ ബെഡിലേക്കിരുന്നു. അവന്റെ മനസ്സിലൂടെ രുക്കുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു. കുഞ്ഞിലേ മുതൽ അവൾക്ക് പിടിവാശി കൂടുതലാണ്. അവൾക്ക് ലല്ലുവിനോടാണ് ഇഷ്ടക്കൂടുതൽ. എപ്പോഴും അവന്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങിയ കുഞ്ഞിപ്പെങ്ങൾ തോറ്റുപോയത് അവളുടെ പ്രണയത്തിലായിരുന്നു. പക്ഷേ അവൾ അത് ക്ഷമയോടെ കാത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവളിൽ അത് വന്നു ചേർന്നേനെ. എടുത്തുചാട്ടത്തിന്റെ പുറത്ത് ആരോ വിരിച്ച വലയിൽ കുടുങ്ങിപ്പോയതാണ് അവൾ. എന്റെ ആദ്യത്തെ കുഞ്ഞ് അതായിരുന്നു രുക്കു. എത്ര തെറ്റ് ചെയ്താലും അവളെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസവും ഉണ്ടായിട്ടില്ല. അവൾ എവിടെയാണെന്ന് തന്നെക്കൊണ്ട് ആകും പോലെയൊക്കെ അന്വേഷണം നടത്തിയിരുന്നു. എവിടെയാണെങ്കിലും ആർക്കൊപ്പമാണെങ്കിലും സുരക്ഷയോടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇല്ല. ഒരു മുള്ളു കൊണ്ടാൽ പോലും ഏട്ടാന്ന് വിളിച്ച് ചാഞ്ഞ തന്റെ പെങ്ങൾ 1000 തെറ്റ് ചെയ്തുവെങ്കിൽ പോലും ഇങ്ങനെ ഒരു മരണം, വേദന അവൾ ഒരുപാട് അനുഭവിച്ചു. ഇല്ല, അവൻ ആരായാലും അവന്റെ മരണം ഇതിലും ഭയങ്കരമായിരിക്കും. ലല്ലു സ്വയം ഓരോന്ന് മനസ്സിൽ ഉറപ്പിച്ച് എണീറ്റ് ഫ്രഷാകാൻ കയറി. എന്നാൽ കല്ലു ദേവയും ലല്ലുവും സംസാരിച്ചതൊക്കെ കേട്ടിരുന്നു. അതിൽ നിന്ന് അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ലല്ലു ഫ്രഷായി വന്നപ്പോൾ കല്ലു ബെഡിൽ എണീറ്റ് എന്തോ ആലോചനയോടെ ഇരിപ്പാണ്. ലല്ലു ഉള്ളിലെ സങ്കടം മുഴുവൻ അടക്കി ചിരിയുടെ മുഖംമൂടി അണിഞ്ഞ് അവളുടെ അടുത്തേക്ക് പോയി. എന്താ എന്റെ കുഞ്ഞിപ്പെണ്ണ്? എണീറ്റപാടെ ഒരു ആലോചന. അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് ലല്ലു കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി നിന്നു. കല്ലു ഒന്നും മിണ്ടാതെ കണ്ണു നിറച്ചു അവനെ നോക്കി. പിന്നെ അവനെ പോയി മുറുകെ കെട്ടിപ്പിടിച്ചു നെഞ്ചിലേക്ക് ചാഞ്ഞു. ലല്ലു കാര്യം മനസ്സിലാകാതെ അവളെ നോക്കി. എന്താ കുഞ്ഞെ, എന്തു പറ്റി? അവളുടെ തലയിൽ തലോടി ചോദിച്ചു. ഞാൻ അന്യായിട്ടാണോ എന്റെ മുന്നിലും ഈ അഭിനയം? ഞാൻ കേട്ടു നിങ്ങൾ ഫോണിൽ സംസാരിച്ചതൊക്കെ. ലല്ലു ഒന്നും മിണ്ടാനാകാതെ അവളെ നോക്കി. കല്ലു കണ്ണൊക്കെ തുടച്ച് അവനെ നോക്കി. ഇതൊക്കെ ചെയ്തു കൂട്ടിയത് ആരായാലും ശരി, രുക്കു അനുഭവിച്ചതിന്റെ ഇരട്ടി വേദന അറിഞ്ഞു വേണം മരിക്കാൻ. എനിക്ക് കാണണം അവൻ ആരാണെന്ന്. എന്തിനാ എന്റെ ഭർത്താവിനോടും ഏട്ടനോടും ഇത്രയും പക തോന്നാൻ കാരണമെന്ന്. കരഞ്ഞു കലങ്ങിയ കണ്ണിൽ അഗ്നി നിറച്ചുകൊണ്ടായിരുന്നു അവൾ അത് പറഞ്ഞത്. ലല്ലു അവളെ ചേർത്ത് പിടിച്ചു. അവൻ ആരായാലും അവന്റെ മരണം എന്റെ കൈകൊണ്ടാകും കുഞ്ഞെ. നീയും ആദ്യം സൂക്ഷിക്കണം. ഇന്ന് എനിക്കും അവനും ഏറെ പ്രിയപ്പെട്ടത് നിങ്ങളാണെന്ന് ഇതിനോടകം തന്നെ അവനറിയാം. നമ്മൾ എത്രയൊക്കെ അഭിനയിച്ചാലും അവൻ കണ്ടുപിടിക്കും. കാരണം അവൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. പിന്നെ രുക്കുവിന്റെ മരണം തൽക്കാലം ആരും അറിയണ്ട. ലല്ലു അത്രയും പറഞ്ഞ് റെഡിയായി പുറത്തേക്ക് പോയി. ലല്ലു ദേവനെയും കൂട്ടി ഒരു കോഫി ഷോപ്പിൽ ഇരിപ്പുണ്ട്. ഏട്ടൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ദേവ ഫോണിൽ നോക്കിയിരിക്കുന്ന ലല്ലുവിനെ നോക്കി ചോദിച്ചു. ആ മറിഞ്ഞിരിക്കുന്ന ശത്രു ആരാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അവന് നീയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാനാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച. ലല്ലു വല്ലാത്ത ഗൗരവത്തിലാണ് പറഞ്ഞത്. ആരാ ഏട്ടാ, ആരാ അവൻ? ദേവ ആവേശത്തിൽ ചോദിച്ചു. ലല്ലു ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ ദേവയെ കാണിച്ചു. ഏട്ടാ, ഇത് നമ്മുടെ... ദേവ പറഞ്ഞുകൊണ്ട് നിൽക്കെ ആദിയുടെ കോൾ വന്നു.